സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടം കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടത്തിന് പകരമായി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടം 2026 വിജ്ഞാപനം ചെയ്തു. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമാണ് ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. പുതിയ നിയമങ്ങൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പരിഷ്കരിച്ച നിയമങ്ങൾ കാര്യക്ഷമമായ മാലിന്യ വേർതിരിക്കലിനും സംസ്കരണത്തിനും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് സർക്കുലർ ഇക്കണോമി, എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്നീ തത്വങ്ങളെ സംയോജിപ്പിക്കുന്നു. UIDAI പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി. കേന്ദ്ര വാണിജ്യ, വ്യവസായ, ഇലക്ട്രോണിക് വിവരസാങ്കേതിക സഹമന്ത്രി ജിതിൻ പ്രസാദ് ജനുവരി 28 പുതിയ ആധാർ ആപ്പ് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ച ഈ ആപ്പ് ആധാർ നമ്പർ ഉടമകൾക്ക് അവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി കൊണ്ടുപോകുന്നതിനും പങ്കുവയ്ക്കുന്നതിനും കാണിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി സുരക്ഷിതവും സൗകര്യപ്രദവും സ്വീകാര്യത ഉറപ്പാക്കുന്നതുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു നെക്സ്റ്റ് ജനറേഷൻ മൊബൈൽ ആപ്ലിക്കേഷനാണ്. മരുഭൂമിയിലെ ബാക്ടീരിയകൾ പൊടിപടലങ്ങളിലൂടെ ഹിമാലയത്തിലെത്തുന്നു എന്ന് പഠനം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നുള്ള മരുഭൂമിയിലെ പൊടിപടലങ്ങൾക്കൊപ്പം കിഴക്കൻ ഹിമാലയത്തിൻ്റെ മുകൾ ഭാഗത്തേക്കെത്തുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും കാരണമാകുന്ന വായുവിലൂടെ പകരുന്ന രോഗകാരികളെ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരിച്ചറിഞ്ഞു. ഹിമാലയൻ മലനിരകളിലെ അന്തരീക്ഷം പൊതുവെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കൊടും തണുപ്പും എപ്പോക്സിയയും ഈ പ്രദേശങ്ങളിലെ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്.